നമസ്കാരം. ഞാൻ ഡോക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ അവിടെ ഇവിടുത്തെ മഹാന്മാരായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോയിട്ടുണ്ട്. എന്നാൽ തന്നെയും നമ്മൾ ആർക്ക് വന്നു കഴിഞ്ഞാലും ഡോക്ടറെ അടുത്ത് തൊട്ടടുത്തിരിക്കാം. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ ഒരു അതിനെ കൂടെ കാരണം നമ്മളൊരു പേഷ്യൻറ്റ് നോക്കുമ്പോഴത്തേക്ക് ബൈ ലുക്കിംഗ് ദ പേഷ്യൻറ്റ് രോഗിയെ നോക്കണം. പിന്നെ സ്മെല്ലിംഗ് ദ പേഷ്യൻറ്റ്, അതൊരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് ഇനി പറയുന്നത്. അതും നോക്കി ഇത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ദൂരെ വെച്ച് നമുക്ക് നോക്കാം. ഒരു സ്മെല്ലറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു 2 മീറ്ററെങ്കിലും അല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് കയറിയെങ്കിൽ ആ പർട്ടിക്കുലർ പേഷ്യൻ്റെ സ്മെല്ലറിയാൻ പറ്റും. അതും പോകട്ടെ. അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടച്ചിങ് ദ പേഷ്യൻറ്റ്. ഇപ്പോൾ അവൻ്റെ BP നോക്കണം, പൾസ് നോക്കണം, ഹാർട്ട് ബീറ്റ് നോക്കണം. ഇതെല്ലാം ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ നോക്കുന്നതാണ്. അതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ തുറയിലുള്ള എല്ലാ ആളുകളും വരാം. ഇപ്പോൾ പിന്നെ ഗുണ്ടകൾ വരാം, രാഷ്ട്രീയക്കാർ വരാം, വല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ വരാം, സയൻറ്റിസ്റ്റ് വരാം, ഈവൻ പിന്നെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അവർ വന്നില്ലെങ്കിൽ നമ്മൾ അവരടുത്ത് പോകാമല്ലോ. നമ്മുടെ തൊട്ടടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ഡോക്ടർ റൈറ്റ് സൈഡിലൊരു സീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റൂളായിരിക്കും, അതല്ലെങ്കിൽ ഒരു കസേരയായിരിക്കും, സൗകര്യത്തിന് വേണ്ടിയുള്ള ഇരിക്കും. യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാ ദിവസവും TV എടുത്താലും ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ കൽക്കട്ടയിലെ കാര്യങ്ങളാണ് കാണുന്നത്. നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ ഒക്കത്തില്ല. ഒന്ന്, മെജോറിറ്റി ഈസ് ദ അതോറിറ്റിയാണ്. നമ്മുടെ ഒരു അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു ഭരണ സിസ്റ്റം മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, മെജോറിറ്റി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഫുൾ ക്യാൻ ബിക്കം ദ മിനിസ്റ്റർ എന്ന് മാത്രമല്ല, ആർക്ക് വേണമെങ്കിൽ നമുക്ക് മെജോറിറ്റി ഉണ്ട്, നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്ക് വരാം. ഇപ്പോൾ മെജോറിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആരെയും നോക്കേണ്ട കാര്യമില്ല, പിന്നെ പോലീസിനെയും മൈൻഡ് ചെയ്യേണ്ട, ഒരു നിയമവും ബാധകമല്ല, മെജോറിറ്റീസാണ്. ഇപ്പോൾ കൽക്കട്ടയിൽ നടക്കുന്നതിന് നോക്കണം. അതായത് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അവിടുത്തെ ഗൂണ്ടകളാണ്. അപ്പോൾ ഈ ഗൂണ്ടകൾ സപ്പോർട്ടാണ് കൽക്കട്ട ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടുത്തെ ഗവർണർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പക്ഷേ അദ്ദേഹം നല്ലൊരു മനുഷ്യനായതുകൊണ്ട് പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്നത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഡോക്ടർ ചെയ്തത് വളരെ നീചമായിട്ടാണ്. ഈ പഴം തുണി കീറുന്നത് പോലാണ് കീറി കളഞ്ഞവർ. ഇതിന് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. ഈ ഗൂണ്ടകൾ ഇരച്ച് കയറി കഴിഞ്ഞാൽ ആർക്കും ചെയ്യാനൊക്കത്തില്ല. ഇനിയിപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് തന്നെ നിലനിൽപ്പാണ്. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ദൈവത്തിന് തുല്യമായിട്ടായിരുന്നു പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതങ്ങനെയല്ല. ഡോക്ടർമാരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരെ കയ്യേറ്റം ചെയ്യുക ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഇപ്പോൾ കൽക്കട്ടയിൽ നടക്കുന്നത് എന്താണ്? ആ ഗൂണ്ടകളുടെ ഭരണം തന്നെയാണ്. ഇപ്പോൾ വന്നപ്പോഴേ ഗവൺമെൻറ് പോലും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ വോട്ടിന് വേണ്ടിയിട്ട് ഇവർ ഗൂണ്ടകളെയും അല്ലെങ്കിൽ മറ്റൊരു എതിർ പാർട്ടിയെ അടിച്ചൊതുക്കാനായിട്ട് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂണ്ടകളെ വളർത്തും. ഇത് ഒരു സ്റ്റേറ്റ് എന്നുള്ളതല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും ബാധകമാണ്. ഇതിന് ഉത്തരവാദിത്വപ്പെട്ട ഭരണാധികാരികളെല്ലാം ഈ ഗൂണ്ടകളുടെ കൂടാണ്. കാരണം അവർക്ക് ഗൂണ്ട ആവശ്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണത്തിന് എനിക്കിവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, റേഡിയോ പ്രോഗ്രാം. അപ്പം ഞാൻ പറഞ്ഞ് ഒരു ഗൂണ്ട നേതാവ് എൻ്റെ അടുത്ത് വന്നു. ഡോക്ടർ, എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണമല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആൻറ്റിയെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് തരാമല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ നിന്ന് പോകണം. ഇവിടെ ഈ ആകാശവാണിയിൽ അവർ ഇപ്പോൾ വണ്ടി അയക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാറ് ഡ്രൈവൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഡോക്ടർ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, അതെന്താണ്? പിന്നെ ഞാൻ കൊണ്ടുവിടാം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഭീഷണിയാണ്. കാരണം പിന്നെ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ അടുത്ത് എന്ത് ചെയ്യും നമുക്കറിയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു ശകലം വെയിറ്റ് ചെയ്യും, നമുക്ക് പോകാൻ ഞാനത് വിളിച്ച് പറയട്ടെ, നിങ്ങളിങ്ങോട്ട് വണ്ടി അയക്കണ്ട, ഞാനങ്ങ് വന്നോളാം. എനിക്ക് തന്നെ ആശയം തോന്നി. നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് റോഡ് സൈഡിലോട്ടാണ്, എൻ്റെ ശകലം ക്ലിനിക്കകത്തായിരുന്നു, ശകലം റോഡ് സൈഡിലോട്ട് എന്ന് പറയാം. ഡോക്ടർ, ഇതാണ് എൻ്റെ വണ്ടി. ഇത് വലിയ കൂടിയ വണ്ടിയാണല്ലോ, ഇതെല്ലാം തുറന്നിട്ടിരിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ സാധനമൊക്കെ എടുക്കും. ഡോക്ടർ, ഈ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ DGP വരെ സല്യൂട്ട് ചെയ്യും. ഞാൻ ചോദിച്ചു, അതങ്ങനെ പറ്റും? അത് ഞാൻ ചോദിച്ചു, പിന്നെ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇവർ ഒതുക്കുന്നത്, പോലീസിനെ ഒതുക്കുന്നതാണ്? അത് സിമ്പിൾ തിങ്, ചെറിയ നിസ്സാര കാര്യം.
നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതോറിറ്റി വിളിക്കും. അപ്പം പോലീസ് ടോപ്പ് ഓഫീസറായിരിക്കും. അപ്പോൾ നോ എന്ന് പറയും. പിന്നെ നമുക്ക് കൺട്രോളാമെന്ന് പറയും. പിന്നെ ആ പോലീസ് ഓഫീസർക്ക് അവന്മാരുടെ പൾസ് അറിയാം. അവനെ തിരിച്ചു വിളിക്കും. പോലീസുകാരെ നമ്മൾ തിരിച്ചു വിളിക്കും. ഞാൻ ചോദിച്ചു അതെങ്ങനെ പറ്റും? നമ്മൾ ഒറ്റ വാക്കേ പറയൂ. സാർ നിങ്ങൾ ഇപ്പം ഞാൻ വിളിച്ച് ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. നിങ്ങളുടെ വീട്ടിൽ ഭാര്യയുണ്ട്, കൊച്ചുങ്ങളുണ്ട്, ഭാര്യ ഷോപ്പിങ്ങിന് പോവും, കുട്ടികൾ സ്കൂളിൽ പോവും. ഇത്രയും പറയുമ്പോഴത്തേക്ക് പോലീസ് ഓഫീസർ അവനെ തിരിച്ചു വിളിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് പ്രൊട്ടക്ഷൻ അവർക്കെല്ലാം ഉള്ളു, കൊച്ചുങ്ങൾക്കെല്ലാം കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂണ്ടകളാണ് ഭരിക്കുന്നത്. അതാണിപ്പോൾ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കാണുന്നതും അവിടെ നടക്കുന്നതും. ഇപ്പോൾ അവരുടെ ഒരു വളർത്തി ഗവൺമെൻറ്റിന് തന്നെ ഒരു തലവേദനയായിട്ട് വന്നിരിക്കുകയാണ്. ഞാനിത് പറയാൻ കാരണം ഡോക്ടേഴ്സിന് യാതൊരു ഇതുമില്ല. ഇപ്പോൾ അവരെ കാണിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ അതായത് മനുഷ്യത്വത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് 1-2 പേരല്ല, പല ആളുകളാണ്. അതിൻ്റെ മെഡിക്കൽ കോളേജ് അതോറിറ്റി വരെ അതിന് സപ്പോർട്ടാണ്. കാരണം അവർക്കും ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഈ ഗൂണ്ടകൾ വരട്ടി അല്ലെന്നുണ്ടെങ്കിൽ അവന് ദോഷം ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം ഞാൻ പറഞ്ഞെങ്കിൽ തന്നെയും നമ്മുടെ ഇതെല്ലാം അവസാനം വരുമ്പോഴത്തേക്ക് ഇതെല്ലാം മനുഷ്യൻ്റെ ആരോഗ്യത്തിനെയും ആയുസ്സിനെയും നിലനിൽപ്പിനെയും എല്ലാം ആശ്രയിക്കും. അപ്പം ഇത്രയും പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു പ്രയോജനം വരണമെങ്കിൽ ഞാൻ ഇത്രയും നിങ്ങൾ ഇത്രയും സമാധാനമായിട്ട് കേട്ടു. ഇതിൻ്റെ റിയാലിറ്റിയാണ്. പക്ഷേ ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ ഇതിന് സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ, അതിപ്പോൾ പ്രതിപക്ഷമായാലും പരപക്ഷമായാലും ഏത് പാർട്ടി ആയിക്കഴിഞ്ഞാലും ഇതിൻ്റെ കോൺസിക്വൻസ് ഇപ്പോഴെങ്ങും നിൽക്കാനേ പോകുന്നില്ല. ഇത് കൂടിക്കൊണ്ടിരിക്കും. നല്ല നല്ല ആളുകൾ നശിച്ചുകൊണ്ടിരിക്കും. ഈ ദുഷ്ടന്മാർ വളർന്നുകൊണ്ടിരിക്കും. എന്നിരുന്നാലും ഇപ്പം ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് മെഡിസിനാണ്. എല്ലാ സിസ്റ്റവും യോജിച്ചിട്ടുള്ളത്, ആൾക്ക് പ്രയോജനം വരുന്ന എല്ലാ രീതിയിലും ദോഷവശമില്ലാത്ത രീതിയിൽ. പ്രധാനമായിട്ട് എങ്ങനെയാണ് നമുക്ക് ആൻജിയോഗ്രാം ഒഴിവാക്കുന്നത്, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുന്നത്, ബൈപ്പാസ് ഒഴിവാക്കുന്നത്. അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റി നിങ്ങളിപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും പോയിട്ട് അതേ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.